പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വലിയ ഒരു ആനന്ദം അമ്മയിൽ നിറഞ്ഞിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ അങ്ങനൊരു ദുഃഖപുത്രിയല്ല, ഒരു ദുഃഖദാസിയുമല്ല. പരിശുദ്ധ അമ്മ ഒരു ആനന്ദത്തിൻ്റെ മകളാണ്. ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് യഥാർത്ഥ ആനന്ദം ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അവർ യഥാർത്ഥ ആനന്ദം ജീവിക്കുന്നവരായിരിക്കും. അവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരാനന്ദം എപ്പോഴും ജീവിതത്തിലുണ്ടായിരിക്കും. അത് ജീവിത വിശുദ്ധിയിലൂടെ ലഭിക്കുന്ന ആനന്ദമാണ്. അത് ജീവിതത്തിൻ്റെ പരിശുദ്ധിയിലൂടെ ലഭിക്കുന്ന വലിയ ഒരു നേട്ടമാണ്. ശരീരത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റുകയാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ഇന്ദ്രിയങ്ങളുടെ സമർപ്പണം നടത്തുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്നത് വലിയ ആനന്ദമാണ്. എൻ്റെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ നിയന്ത്രിക്കുമ്പോൾ, ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ദുഃഖമല്ല. ഈ ലോകത്ത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തോട് ഞാൻ അടുക്കുമ്പോൾ, ദൈവത്തിന് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോൾ എനിക്ക് വലിയ നഷ്ടമാണ്. അത് തെറ്റാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മിണ്ടാമഠത്തിൽ ഒരു ധ്യാന ശുശ്രൂഷ നടത്തവേ ഒരു വളരെ ത്യാഗം ചെയ്ത് ജീവിക്കുന്ന സിസ്റ്റേഴ്സാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധമില്ല. ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു നഷ്ടമല്ല, ഇത് വലിയ ലാഭമാണ്. ഇത് യാതൊരു നഷ്ടമല്ല, ഇത് ലോകം മുഴുവൻ കീഴടക്കിയതിൻ്റെ ആനന്ദമാണ് നിങ്ങൾക്ക് വേണ്ടത്. ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിന് വേണ്ടി പലതും ഉപേക്ഷിക്കുന്നവരാരും പരാജിതരല്ല, അവർ പലതും നഷ്ടപ്പെട്ടവരല്ല, അവരാണ് ലോകത്തെ കീഴടക്കിയവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ പ്രതി മാതാവിനെയോ പിതാവിനെയോ സഹോദരങ്ങളെയോ ഭാര്യയെയോ ഉപേക്ഷിച്ചാൽ ഈ ലോകത്തിൽ 100 ഇരട്ടി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു. സ്വർഗം ഈ ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റും. നീ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നുവോ, നീ എന്തൊക്കെ ഉപേക്ഷിക്കുന്നുവോ, നീ നിന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുന്നു, നീ വിശുദ്ധിയോടെ ജീവിക്കുന്നുവോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ലാഭം, ഒരാനന്ദം, ഒരു സന്തോഷം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും എന്നതിൻ്റെ വലിയ അടയാളമാണ് പരിശുദ്ധ അമ്മ. അതാണ് ഹന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏലി ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ഒരു ഉന്മത്തയെപ്പോലെ അവൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏലി കരുതിയത് ഹന്ന മദ്യപിച്ചിരിക്കുന്നു, വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നാണ്. ഹന്ന പറഞ്ഞു, അല്ല, എനിക്ക് ലഹരിയുണ്ട്, പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ലഹരി കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. പെന്തക്കുസ്താ ദിനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു, മറ്റ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിരിക്കുകയാണ്. അല്ല, ഉന്മത്തരാണ്, ലഹരിയുണ്ട്, പക്ഷേ അത് വീഞ്ഞിൻ്റെയല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വീഞ്ഞു കുടിച്ച് നിങ്ങൾ ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. വിശുദ്ധിയിൽ ജീവിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യുന്ന വ്യക്തികളിൽ ലഹരിയുണ്ട്. ഈ ലോകത്തിന് നൽകാൻ പറ്റാത്ത ആനന്ദമുണ്ടെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. സമർപ്പണ ജീവിതത്തിൽ, സന്യാസത്തിൽ, പൗരോഹിത്യത്തിൽ, കുടുംബത്തിലൊക്കെ നീ ത്യാഗം ചെയ്യുമ്പോൾ, സമർപ്പണം ചെയ്യുമ്പോൾ അതിൽ വലിയ കൃപയുണ്ട്. ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, വിവാഹിതനായ ഒരു സുഹൃത്ത്, അവനൊരു കോളേജ് അധ്യാപകനാണ്. അവൻ എന്നോട് പറയാം, അച്ഛൻ, ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അച്ഛന്മാർക്ക് മാത്രമല്ല, കല്യാണം കഴിച്ചവർക്കും വേണ്ടതാണ്. ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് പലരും സുന്ദരിമാരാണ്.
എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പെൺകുട്ടികളും സുന്ദരിമാരാണ്. ഈ സുന്ദരിമാരായ പെൺകുട്ടികളെ, സ്ത്രീകളെ കാണുമ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ ഇരിപ്പുണ്ടെന്നോർത്ത് ജീവിക്കണമെങ്കിൽ ഒരു സമർപ്പണം വേണം, ഒരു ത്യാഗം വേണം. പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണം, ഈ ത്യാഗം, ഈ പരിശുദ്ധി പരിശുദ്ധാത്മാവിൽ നിറയാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മ ദുഃഖപൂരിതയല്ല. എൻ്റെ അമ്മ ദുഃഖപൂരിതയല്ല. എൻ്റെ അമ്മ ആനന്ദപൂരിതയാണ്. പരിശുദ്ധയമ്മ ദുഃഖത്തിൻ്റെ പുത്രിയല്ല. അവൾ ദുഃഖത്തിൻ്റെ രാജ്ഞിയുമല്ല, അവൾ ആനന്ദത്തിൻ്റെ രാജ്ഞിയാണ്. ഈ ആനന്ദത്തിൻ്റെ കാരണമോ പരിശുദ്ധാത്മാവെന്ന മണവാളൻ കൂടെയുള്ളതിൻ്റെ ആനന്ദമാണ് താനും. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, ഈ സമയം ഈ ലോകത്തിന് നൽകാനാകാത്ത ആനന്ദവും ആശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇറ്റലിയിലെ ലവേർണ എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മുകളിൽ അസീസിയിലെ ഫ്രാൻസിസ് പ്രാർത്ഥിക്കാൻ കയറിയ കുന്നിൻ്റെ മുകളിൽ ഈ ഫ്രാൻസിസിന് പഞ്ചക്ഷതങ്ങളുണ്ടായ ഒരു ദേവാലയം ഉണ്ട്. അവിടെ മനോഹരമായൊരു ചിത്രമുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ തിരുഹിതം പോലെ നടക്കട്ടെ എന്ന് അമ്മ പറയുമ്പോൾ ഒരു മാടപ്പിറാവിനെ പോലെ പരിശുദ്ധാത്മാവ് പറന്ന് അമ്മയുടെ ശിരസിൽ വന്നിരിക്കുന്ന ചിത്രം. ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞപ്പോഴെല്ലാം ആത്മാവ് ചിറകടിച്ചു അവളിൽ. ആ ചിറകടിയിലുണ്ടായത് വിശുദ്ധിയുടെ കാറ്റാണ്. ആ മാടപ്പിറാവ് അവളുടെ ഹൃദയത്തിൽ ഇരുന്ന് കുറുകി. ആ കുറുകലിലുണ്ടായത് സ്നേഹത്തിൻ്റെ പാട്ടാണ്. ചാരം മൂടിയ കനലുകൾ നീങ്ങി ആത്മാവിൽ സ്നേഹത്തിൻ്റെ ജ്വാലകൾ കത്തിജ്വലിച്ചു. ആ ഹൃദയത്തിന്, ആ വിമല ഹൃദയത്തിൻ്റെ മുകളിൽ കണ്ടിട്ടില്ലേ ഒരു ജ്വാല? ദൈവസ്നേഹത്തിൻ്റെ ജ്വാല കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ മാടപ്പിറാവ് ഇന്ന് നമ്മളിൽ വന്ന് ചിറകടിക്കട്ടെ. നമ്മുടെ ആത്മാവിൻ്റെ മധുരമുള്ള വിരുന്നുകാരനായി വരട്ടെ. ചാരം മൂടിയ നമ്മുടെ ആത്മാവിലെ കനലുകൾക്ക് മീതെ ചിറകടിക്കുമ്പോൾ പാപം നീങ്ങി ദൈവത്തിൻ്റെ സ്നേഹം ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയം ഈ ഈരടികളോട് ചേർന്ന് പാടിക്കൊണ്ട് മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പാവന റൂഹായേ, പാരിന്റെ റൂഹായേ, ആത്മാവിൻ മധുരമം വിരുന്നുകാരാ. പാവന റൂഹായേ, പാരിന്റെ റൂഹായേ, ആത്മാവിൻ മധുരമ വിരുന്നുകാരാ. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകലിലെന്നും കേൾപ്പു സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ
ചിറകതു വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീ ജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. അൻപുള്ളൊരമ്മയെ, നിന്റെ മണവാളനായ പരിശുദ്ധാത്മാവിനോട് നീ ഒന്ന് പറയാമോ ഞങ്ങളിൽ വന്ന് നിറയാൻ? അൻപുള്ളൊരമ്മയെ, പെന്തക്കുസ്തായ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കിയതുപോലെ അമ്മയെ ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് വന്ന് ഞങ്ങളെ ഒന്ന് ഒരുക്കണേ. ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തക്കവിധം ഒരുക്കമുള്ളവരാകാൻ അമ്മ കടന്നു വരണേ എന്ന പ്രാർത്ഥനയോടെ ചേർന്ന് പാടുന്നു. അൻപുള്ളൊരമ്മയേ, നിൻ മണവാളനാ റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാം. ശ്ലീഹരെ പോലൊരുക്കണമേ. റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാം. ശ്ലീഹരെ പോലൊരുക്കണമേ. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്. നിന്റെ കുറുകലിലെന്നും കേൾപ്പു സ്നേഹത്തിൻ പാട്ട്. ചാരൽ മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീ ജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. പാവന റൂഹായേ, പാരിന്റെ റൂഹായേ, ആത്മാവിൻ മധുരമ വിരുന്നുകാരാ. പരിശുദ്ധിയമ്മേ മാതാവേ, ഈ സമയം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം, ഞങ്ങളുടെ കുഞ്ഞുമക്കളോടൊപ്പം, ഞങ്ങളുടെ യുവതി യുവാക്കളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥമായ ആനന്ദം പരിശുദ്ധാത്മാവാണ് നൽകുന്നതെന്നുള്ള വലിയ വിശ്വാസം അമ്മേ ഞങ്ങൾക്ക് ചോദിച്ച് വാങ്ങിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം, അമ്മ അനുഭവിച്ച ആനന്ദം ഏത് ദുഃഖവേളയിലും തളരാതിരിക്കാൻ, ഏത് പ്രതിസന്ധികളിലും വീണു പോകാതിരിക്കാൻ, ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ തക്കവിധം ആത്മാവ് നൽകുന്നൊരാനന്ദം ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മാവിൽ ചിറകടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഈരടികൾ ഒരിക്കൽ കൂടി നമുക്ക് പാടാം. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകലിൽ എന്നും കേൾപ്പൂ സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ ചിറകത് വീശണമേ. പാപം നീങ്ങിയ ആത്മാവിൽ തീജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. എല്ലാവരും ചേർന്ന് ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിറങ്ങി വരട്ടെ എന്ന്. നിന്റെ ചിറകടിയിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകലിലെന്നും കേൾപ്പു സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ ചിറകതു വീശണമേ, പാപം നീങ്ങിയ ആത്മാവിൽ തീജ്വാലകൾ ഉയരട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. വിവിധ തിന്മകൾക്ക് അടിമകളായ, വിവിധ ലഹരികളുടെ പുറകെ പരക്കം പായുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവാകുന്നൊരു ലഹരി പകർന്നു നൽകാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈ സമയം ലോകം മുഴുവനുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ആ മക്കളെ ഒന്ന് പൊതിഞ്ഞു പിടിക്കണേന്ന്. യഥാർത്ഥ ആനന്ദം അവരിൽ നിറയട്ടെ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. ആത്മാവേ ആനന്ദം തേടുന്നു നിന്നിൽ ഞാൻ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.